അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, 3 വസ്തുക്കളിലേക്ക് ഒരു മനുഷ്യൻ നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണമാകും. മാത്രമല്ല അവനിക്ക് അല്ലാഹു തആല അതിലേക്ക് നോക്കിയാൽ പ്രതിഫലം കൊടുക്കുമെന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഒന്നാമത്തത് കഅബാലയമാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ, നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിലേക്ക് ഒരാൾ നോക്കിക്കഴിഞ്ഞാൽ അവന്റെ ആ കണ്ണുകൊണ്ട്, അവന്റെ ദൃഷ്ടി കൊണ്ട് അവനില്ലാതെ കഅബാലയത്തിലേക്ക് നോക്കിയാൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയാണ്. വീണ്ടും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിന്റെ വീടിനകത്തുള്ള പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ പരിശുദ്ധമായ ഖുർആൻ എന്ന് എടുത്തിട്ട് ആ ഖുർആൻ ഓതേണ്ടതില്ല. ആ ഖുർആൻ ഒന്നിങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മറിച്ചു വെച്ച് ആ പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മളെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിന് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുകയാണ്. മാത്രമല്ല നിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് അവിടുന്ന് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? നീ നോക്കിയാൽ നിനക്ക് പ്രതിഫലമുള്ള, നീ മുഖത്തേക്കൊന്ന് നോക്കിയാൽ, നിന്റെ കണ്ണുകൊണ്ട് നീ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത്, നിന്റെ പാപങ്ങൾ പൊറുക്കുന്നത്, നിന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ മുഖത്തേക്ക് നീ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നതാണ്. നിനക്ക് അല്ലാഹു തആല ഒരുപാട് പ്രതിഫലം നിനക്ക് നൽകുന്നതാണെന്ന് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മാന്റെ മഹത്വം നമ്മൾ മറന്നു പോകരുത്. നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഉസ്താദേ എന്റെ മകൻ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ മകൾ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എന്നിലേക്ക് വേണ്ടതുപോലെ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ അവൻ ചെയ്യുന്നില്ല, അനുസരണക്കേട് കാണിക്കുകയാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, വാപ്പമാര് മനസ്സിലാക്കണം. അത് നമ്മളോടുള്ള, ഉമ്മയോടും ബാപ്പയോടുമുള്ള ഒരു സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹബന്ധത്തെ നമ്മളൊന്ന് നിലനിർത്തി നമ്മൾ കാണിച്ചു കൊടുക്കണം. ഉമ്മയ്ക്കൊരു പവറുണ്ട്, ബാപ്പാക്കൊരു പവറുണ്ട്. ആ ബാപ്പയുടെയും ഉമ്മയുടെയും പവർ അവരുടെ ആ സ്ഥാനമാനത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് അവർ ചെയ്തിട്ട് കാണിച്ചു കൊടുത്താൽ, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കലും തന്നെ നമ്മുടെ മക്കളുണ്ടല്ലോ, ആ മക്കള് നമ്മളെ വഴി പിഴച്ചു പോകില്ല, നമ്മളോട് അനുസരണക്കേട് കാണിക്കില്ല. ഇന്ന് എത്രയോ ഉമ്മയും ബാപ്പയും ഇന്ന് വൃദ്ധസദനത്തിന്റെ അകത്തളത്തിലാണുള്ളത്. എത്രയോ ഉമ്മയും ബാപ്പയും ഉണ്ടല്ലോ വീടിന്റെ ഉള്ളറയിൽ മക്കളുടെ ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞുകൊണ്ടിരിക്കാൻ. ആ ഒരു രീതിയിലേക്ക് നമ്മുടെ മക്കൾ കടന്നു വരാതിരിക്കണമെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മക്കളെയും നമ്മളെ കൂടെ ഒന്ന് ഇരുത്തിക്കോ. എന്നിട്ട് ഈ പറയുന്ന ഓരോ വിഷയങ്ങളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയെ കുറിച്ച് പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേൾപ്പിച്ചു നോക്ക്. നിങ്ങളുടെ മക്കൾ ഒരിക്കലും തന്നെ നിങ്ങളോട് അനുസരണക്കേട് കാണിക്കില്ല. കാരണം ഉമ്മാന്റെ മഹത്വം നമ്മുടെ മക്കൾക്ക് ഇന്നറിയാതെ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ആ
ആ ഉമ്മാക്ക് അള്ളാഹു എത്രത്തോളമാണ് മഹത്വം കൽപ്പിച്ചിട്ടുള്ളത്, ആ ഉമ്മാക്ക് എത്രത്തോളമാണ് അള്ളാഹു പവർ കൊടുത്തിട്ടുള്ളത്. മാതാപിതാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് വേണ്ട രൂപത്തിൽ നിന്ന് മക്കൾക്കറിയാതെ പോകുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പല മക്കളും വാപ്പയെയും ഉമ്മയെയും അവിടുന്ന് വേദനിപ്പിക്കുന്നത്. അല്ലാഹുവേ, നീ നിങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ, നല്ല മക്കളിൽ പെടുത്തണേ അല്ലാ, അനുസരണയുള്ള മക്കൾ നീ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. പല രക്ഷിതാക്കളും പറയുന്ന പരാതിയാണ്, ഉസ്താദേ, എന്റെ മകൻ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അല്ലേ? അല്ലെങ്കിൽ എന്റെ മകൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്നോട് സ്നേഹമില്ല, അല്ലെ? ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് പല രക്ഷിതാക്കളും പറയാണ്, അല്ലെ? ഇതെന്തുകൊണ്ടാ പറയുന്നത്? ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യം എന്താ? ഇന്ന് പല കുട്ടികൾക്കും രക്ഷിതാക്കളുടെ മഹത്വം അറിയാതെ പോവുകയാണ്, ഉമ്മാന്റെ മഹത്വം മക്കൾക്കറിയാതെ പോവുകയാണ്, വാപ്പാന്റെ മഹത്വം മക്കൾക്കറിയാതെ പോവുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ ഇങ്ങനെയെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ പ്രിയമുള്ളവരെ ഒരു യമൻ പൗരൻ, ഒരു യമനിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ, യമനിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയതാ തോളിലേറ്റിക്കൊണ്ട് പിടിച്ചുറപ്പേ യമനിൽ നിന്നും കടന്നു വന്ന് അതാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലൂടെ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. നമുക്കറിയാം, തിരക്ക് ഇല്ലാത്തൊരു സമയത്ത് തന്നെ കഅബാലയത്തിന്റെ മുമ്പിൽ പോയിട്ട് ആ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യാനുള്ള പ്രയാസം, അവിടുത്തെ വേദനകളെ എൻ്റെ പ്രിയമുള്ളവരെ നമുക്കറിയാം. എന്നാൽ അന്നാണെന്നുണ്ടെങ്കിൽ നല്ല തിരക്ക് പിടിച്ച സമയമാണ്. വല്ലാതെ തിരക്ക് പിടിച്ച സമയത്ത് വല്ലാത്ത തിരക്കാണെന്ന് കഅബാലയത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ യമൻ പൗരൻ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, തന്റെ ഉമ്മാനെ തന്റെ ചുമരിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ആ കഅബാലയത്തെ ഇങ്ങനെ വല്ലാതെ ചുറ്റുകയാണ്. ആ ഉമ്മ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ കാര്യത്തിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഉമ്മ ഇവിടുന്ന് ചോദിക്കുകയാണ്, മോനെ, ഇത്രയും സമയം നീ എന്നെ ഇതായി നിന്റെ ചുമരിൽ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് എന്നെ കൊണ്ടിങ്ങനെ തവാഫ് ചെയ്യുകയാണ്, നീ തളരുന്നില്ലയോ? നീ എന്നെ കൊണ്ട് പ്രയാസപ്പെട്ടു പോയല്ലോ, നീ എന്നെ കൊണ്ട് വല്ലാത്ത വിഷമം അനുഭവിക്കുകയാണല്ലോ എന്നീ പ്രിയപ്പെട്ട ഉമ്മ അവിടുന്ന് പറയുന്നുണ്ട്. അപ്പൊ മകൻ പറയാണ്, ഉമ്മ, എനിക്ക് യാതൊരു പ്രയാസവുമില്ല, എനിക്ക് യാതൊരു വേദനയുമില്ല. അല്ലാഹുവേ, പടച്ച റബ്ബേ, ആ ഉമ്മ അവിടുന്ന് പറയുകയാണ്, മോനെ, ഒരുപാട് സമയമായല്ലോ നീ എന്നെ ഇങ്ങനെ ചുമന്നിട്ട് ഇവിടെ നമ്മൾ തവാഫ് ചെയ്യുന്നു. നിന്റെ മുതുക് വേദനിക്കുന്നില്ലേ? നിനക്ക് വല്ലാത്ത പ്രയാസമില്ലേ എന്ന് എൻ്റെ പ്രിയമുള്ളവരെ ഉമ്മ അവിടുന്ന് ചോദിക്കാൻ മയ്യത്തും പൊന്നുമോനെ പറയുന്നത്, ഇല്ല ഉമ്മ, എനിക്ക് യാതൊരു പ്രയാസവുമില്ല, എനിക്ക് യാതൊരു വേദനയുമില്ല. ഉമ്മക്ക് പ്രയാസമില്ലാതിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് യമൻകാരനായി ചെറുപ്പക്കാരൻ തവാഫ് തുടങ്ങുകയാണ്. അങ്ങനെ തവാഫ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ വല്ലാതെ തിരക്ക് പിടിച്ച സമയമാണ്. ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ തവാഫ് കഴിഞ്ഞതിന് ശേഷം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നു.
എന്നിട്ട് അവിടുന്ന് പറയുന്നു, തങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് എൻ്റെ ചുമലിലിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട, എന്നെ നൊന്ത് പ്രസവിച്ച, എന്നെ വേദനിച്ച് പ്രസവിച്ച എൻ്റെ ഉമ്മയാണല്ലോ തങ്ങളെ ഇരിക്കുന്നത്. എൻ്റെ ഉമ്മാക്ക് നടക്കാൻ കഴിയില്ല, വല്ലാത്ത പ്രയാസമാണ്. ഞാൻ യമനിൽ നിന്ന് എൻ്റെ ഉമ്മാനെ എൻ്റെ തോളിൽ ഇരുത്തിയിട്ട് അല്ലാഹുവേ അവിടെ നിന്ന് ചുമന്നുകൊണ്ട് കടന്നു വന്നിട്ട് എന്റെ ഉമ്മാനെ ഇതാ ഇവിടെ തവാഫ് ഞങ്ങൾ പൂർത്തിയാക്കി. എന്റെ ഉമ്മ എന്നോട് ചെയ്ത ഓരോ കാര്യങ്ങളുണ്ടല്ലോ, ഈ കാര്യങ്ങൾക്ക് ഞാൻ ഈ ചെയ്ത കാര്യം അത് അവിടുന്ന് സമമാകുകയില്ലയോ, അവിടുന്ന് ഒരുപോലെ ആകുകയില്ലയോ തങ്ങളെ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളോട് ചോദിക്കുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ അവിടുന്ന് പറയാണ്, മോനെ, ഒരിക്കലും സമമാവുകയില്ല. നിന്നെ പ്രസവിക്കുന്ന സമയത്തുണ്ടല്ലോ, നിന്റെ ഉമ്മയുടെ നെടുവീർപ്പ് വിടാൻ നീ പുറത്തേക്ക് വരുന്ന സമയത്ത്, നിന്നെ അങ്ങ് പ്രസവിക്കുന്ന സമയത്ത് ആ പ്രസവത്തിനുള്ളൊരു വേദനയുണ്ട് മോനെ. നിന്റെ തല അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ കാണുമ്പോ, അതിങ്ങനെ വല്ലാതെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ ഒരു വേദന ഓരോ ഉമ്മമാർക്കും വരാനുണ്ട്. ആ വേദനയുടെ ഒരു അണുമണി തൂക്കം പോലും യമനിൽ നിന്ന് കിലോമീറ്ററുകൾ മൈൽ കണക്കിനകലെ യമനിൽ നിന്ന് നീ നിന്റെ ഉമ്മാനെ നിന്റെ ചുമലിലിരുത്തിക്കൊണ്ട് കഅബാലയത്തെ തവാഫ് ചെയ്യാൻ വേണ്ടി കടന്നു വന്നത് ആയിട്ടില്ല. ഇവിടെ വന്നിട്ട് തവാഫ് ചെയ്തിട്ടുണ്ടല്ലോ, അതും ആയിട്ടില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു എൻ്റെ പ്രിയമുള്ളവരെ അവിടെ നിന്നും പഠിപ്പിക്കുകയാണ്. നമ്മൾ ഉമ്മയോട് എത്ര തന്നെ നമ്മുടെ കടപ്പാടുകൾ നമ്മൾ വീട്ടാൻ ശ്രമിച്ചാലും ആ ഉമ്മാക്കുള്ള കടപ്പാട് നമുക്ക് വീട്ടാൻ കഴിയില്ല. വാപ്പ നമുക്ക് ചെയ്തിട്ടുള്ള കാര്യത്തിന്റെ കടപ്പാട് വീട്ടാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രത്തോളം അവർ നമുക്ക് വേണ്ടിയിട്ട് വേദനകൾ സഹിച്ചവരാണ്. ഒരു ചെയ്തതൊന്നും നോക്കണ്ട, ഉമ്മ പ്രസവിച്ച പ്രസവം മതി നമ്മുടെ ജീവിതത്തിൽ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാൻ, നമ്മോടുള്ള സ്നേഹത്തെ മനസ്സിലാക്കാൻ ആ ഉമ്മക്ക് അറിയാമായിരുന്നു, പടച്ചുറപ്പെ ഞാനൊന്ന് അശ്രദ്ധ കാണിച്ചാൽ എൻ്റെ വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, അല്ലേ? എന്തെങ്കിലും സംഭവിക്കും. ഉമ്മ അത് ചെയ്തിട്ടില്ലല്ലോ. ഉമ്മ അന്നും താരാട്ടുപാടാണ് തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വയറ്റിൽ വെച്ചിട്ട്, അല്ലേ? ഒന്ന് വേദനിച്ചാൽ ഉമ്മ ആദ്യം നോക്കും വയറ്റത്തേക്ക, അല്ലെ? എൻ്റെ കുട്ടിക്ക് എന്തേലും പറ്റിക്കണോ? ഇതല്ലേ നമ്മുടെ അമ്മ, അല്ലേ? ആദ്യം നോക്കി എടുക്കാണ്, വയറ്റത്തേക്ക് നോക്കും, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കണോ പഠിച്ചോനെ. അല്ലാഹുവേ, പഠിച്ചോനെ, നമുക്കൊരു അപകടം ഉണ്ടായി, ആ കൂട്ടത്തിൽ നമ്മുടെ മക്കളുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറയന്താ എൻ്റെ പൊന്നുമോൻ എവിടെയാണ്, തൻ്റെ പൊന്നുമോൻ എവിടെയാണെന്നാണ്. അല്ലാഹുവേ, പടച്ചറബ്ബേ, വയനാട് ദുരന്തം നടന്നപ്പോൾ ഒരു ഉമ്മയുടെ കണ്ണീരിന്റെ കഥ നമ്മൾ കണ്ടല്ലോ. തന്റെ വീട്ടിനകത്തേക്ക് വെള്ളം ഇങ്ങനെ ഇരച്ചു കയറുന്നത് കണ്ടപ്പോൾ, ചെളിയും വെള്ളവും ഇങ്ങനെ ഇരച്ചു കയറി കടന്നു വന്നപ്പോൾ, അല്ലാഹുവേ, പടച്ചറബ്ബേ, പൊന്നുമോളോട് ഉമ്മ പറയുന്നത്, മോളെ, നീ എന്നെ നോക്കരുത് കേട്ടോ, നീ രക്ഷപ്പെടണം കേട്ടോ എന്നാണ്. ഉമ്മക്കറിയാം, പടച്ചുറപ്പേ, ഉമ്മ അവിടെ നിന്ന് നശിച്ചു പോകും. ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ചിലപ്പോ വെള്ളത്തിൽ ഞാൻ അല്ലെങ്കിൽ ചെളിയിൽ ഞാൻ അടിയിൽപ്പെട്ട് മരിച്ചു പോകുമെന്ന്. പക്ഷേ മകളോ, അപ്പയാണ് പൊന്നുമോളെ വിളിച്ചിട്ട് പറയുന്നത്, മോളെ, നമ്മൾ വല്ലാത്ത പ്രയാസത്തിലാണ്, വേദനയിലാണ്, പരീക്ഷണത്തിലാണ്, അതുകൊണ്ട് എന്നെ നീ നോക്കണ്ട കേട്ടോ. നിനക്ക് എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടിയാൽ നീ അതിൽ പിടിച്ചിട്ട് രക്ഷപ്പെടണം കേട്ടോ.
എന്നെൻ്റെ പ്രിയമുള്ളവരെ ആർക്കാ പറയാൻ കഴിയുന്നത്? നമ്മുടെ അയൽവാസികൾക്ക് കഴിയുമോ? നമ്മുടെ കൂട്ടുകാർക്ക് കഴിയുമോ? നമ്മുടെ ഉമ്മാക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. നമ്മുടെ ഉമ്മയെ കൊണ്ട് മാത്രം പറയാൻ അവിടുന്ന് അനുവദിക്കുന്ന കാര്യമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്ക് അല്ലാഹ്. വാപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്ക് അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്ക് അല്ലാഹ്. അടുക്കളയിലുണ്ടാകും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വാപ്പാക്ക് വിളമ്പിക്കൊടുത്തിട്ട് അമ്മോശാക്കാക്ക് വിളമ്പിക്കൊടുത്തിട്ട് പിന്നെ അമ്മായിമാക്ക് വിളമ്പിക്കൊടുത്തിട്ട് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന്റെ ശേഷം അല്ലേ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും നമ്മുടെ ഉമ്മ ഇങ്ങനെ കാത്തു നിൽക്കുന്നു അല്ലേ? അതല്ലേ ഉമ്മ? ഭക്ഷണം കഴിക്കുക പോലും അങ്ങനെയാണ്. എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ എടുത്തിട്ട് കഴിക്കുക അല്ലേ? എന്നിട്ട് പറയും എനിക്ക് വേണ്ട, എൻ്റെ വയറ് നിറയും അല്ലേ? അല്ലെങ്കിൽ പറയും ഞാനത് കഴിക്കൂല. സാധനം കരുതിയ സാധനം ഇല്ലെങ്കിൽ പറയും ഞാനത് കഴിക്കൂല മക്കളെ, എന്നെ കൊണ്ട് കഴിയൂല. നമ്മളുമ്മ അങ്ങനെ പറയില്ലേ അല്ലേ? ഉമ്മാന്റെ മഹത്വം അറിയണം എൻ്റെ പ്രിയമുള്ളവരെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാൻ, മഹാനായ തങ്ങളവിടുന്ന് പറയാൻ, നമ്മളെ ഉമ്മ ആ പ്രസവ സമയത്ത് ഒരു നെടുവീർപ്പിട്ടല്ലോ അല്ലേ? ആ ഒരു നെടുവീർപ്പ് ഇത്രയും നീ ചെയ്ത ത്യാഗത്തിന് പകരമായിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, അൽ ജന്നത്തു തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്. മോനെ, നിന്റെ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗ്ഗമിരിക്കുന്നത് നിനക്കുള്ളത് എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മാക്ക് നീ ഖിദ്മത്ത് ചെയ്യുമ്പോൾ ആ സ്വർഗ്ഗം നിനക്ക് അല്ലാഹു തആല നിനക്ക് നൽകുകയാണ്. ഉമ്മാക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്യുന്നതിലൂടെ അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരും. അതുകൊണ്ട് ഉമ്മാനെ നിങ്ങൾ വെറുപ്പിക്കരുത്, ഉമ്മാനെ വേദനിപ്പിക്കരുത്, ഉമ്മാനെ നിങ്ങൾ ഒരിക്കലും തന്നെ വിഷമിപ്പിക്കരുത്. ആ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു കവാടമുണ്ടടാ, അത് നിന്റെ ബാപ്പയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വാതിൽ നിന്റെ വാപ്പയാണ്. ആ വാപ്പയോട് നീ നല്ല നിലയിൽ പെരുമാറണം, ആ ബാപ്പയോട് നീ നല്ല നിലക്ക് നിൽക്കണം. ആ സ്വർഗം നിന്റെ ഉമ്മയാണ്, നിന്റെ ഉമ്മാന്റെ കാൽപാദത്തിന്റെ ചുവട്ടിലാണുള്ളത്. ഒരു ചേയെന്ന പോലും നീ നിന്റെ വാപ്പയോടും നിന്റെ ഉമ്മയോടും പറയരുത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ. നമ്മൾ പറയില്ലേ ചേന്ന് പറയില്ലേ, ആ ഒരു വാക്ക് പോലും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയാൻ പാടില്ല. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ആ ഒരു മനുഷ്യൻ എൻ്റെ പ്രിയമുള്ളവരെ നല്ല ആബിദായ ആലിമായ ഒരു മനുഷ്യനായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ നിന്നപ്പോൾ ഉമ്മയതാ അവിടുന്ന് ഒരു കാര്യം പറയാൻ. ഉമ്മ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് തൻ്റെ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമായപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുന്നുണ്ട്, ഉമ്മ നിങ്ങൾക്ക് എന്തേ ഭ്രാന്തുണ്ടോ, ഉമ്മ നിങ്ങൾക്ക് എന്തേ ഭ്രാന്തുണ്ടോ എന്ന് പറയാൻ. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? സ്വാഭാവികമായിട്ട് ചില മക്കള് ചോദിക്കാൻ, എന്താ അമ്മക്ക് ഭ്രാന്തുണ്ടോ അല്ലേ? അങ്ങനെ ചോദിക്കാറുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ആ ഒരു സ്വാഭാവികമായി മനസ്സിന്റെ ഉള്ളിൽ ഒന്നും തട്ടിയിട്ടില്ല, ഒന്നുമില്ലാതെ ഉമ്മ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഒരു ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ ഈ പൊന്നുമോൻ അറിയാതെ അവിടുന്ന് ചോദിച്ചതാണ്. ആ സമയത്തുണ്ടല്ലോ
ഈ പൊന്നുമോൻ അങ്ങനെ പുറത്തു പോയി. പക്ഷെ ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ മനസ്സിനകത്ത് ആ ചോദ്യം വല്ലാത്ത വേദനയായിട്ട് നിലനിൽക്കുകയായിരുന്നുവത്രേ. പടച്ചറബ്ബേ, ആ പൊന്നുമോൻ ഇങ്ങനെ പോയി. പാതിരാ സമയമായി, പൊന്നുമോന് വരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നിട്ടും പടച്ചറബ്ബേ, ആ പൊന്നുമോന് വീട്ടിലേക്ക് വരുന്നില്ല. റബ്ബേ, അവിടെ നിന്ന് വല്ലാതെ വേദനിച്ചു പോയി പൊന്നുമ്മ. അവിടെ നിന്നതാ അല്ലാഹുവേ ഈ പൊന്നുമോനെ തേടി ഇറങ്ങുകയാണ്. ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. അവസാനം സഞ്ചരിച്ച് ഒരു ആട്ടിൻപറ്റം റബ്ബേ ഒരു മനുഷ്യനിങ്ങനെ മെയ്തുകൊണ്ട് വരുന്നത് കണ്ടോ. ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും എന്റെ പൊന്നുമോനെ കണ്ടിട്ടുണ്ടോ? മോനെ കണ്ടിട്ടുണ്ടോ? പടച്ചറബ്ബേ, ആരും കണ്ടവരില്ല. വഴിയാത്രക്കാരോടെല്ലാവരോടും ചോദിക്കും, എന്റെ മോനെ കണ്ടോ? എല്ലാവരോടും ചോദിക്കും, എന്റെ മോനെ കണ്ടോ? ആരും കണ്ടവരില്ല. അവസാനം ഒരു മനുഷ്യൻ പറഞ്ഞു, എത്രേ നിങ്ങളുടെ പൊന്നുമോന്റെ അടയാളം എന്തെങ്കിലും ഉണ്ടോ? അതാ അവിടുന്ന് പ്രിയപ്പെട്ട ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോന്റെ കഴുത്തിൽ ഒരു കറുത്ത അടയാളമുണ്ട്, ഒരു കറുത്ത അടയാളമുണ്ട്. പടച്ച തമ്പുരാനെ, അവിടെ നിന്നെന്റെ പ്രിയമുള്ളവരെ അതാ ഈ ഉമ്മാനോട് പറയുന്നു, ദൂരെ ദിക്കിലിന്നാലിന്റെ സ്ഥലത്ത് ഒരു മകൻ ഇരിക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ മകനാകാൻ സാധ്യതയില്ല. കാരണം അതൊരു ഭ്രാന്തനാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ അടയാളമുണ്ട് എന്നവിടുന്ന് ഈ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുമ്പോൾ ഈ ഉമ്മയതാ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. എവിടെയാണ് റബ്ബേ, എവിടെയാണ് എൻ്റെ മോനുണ്ട് എന്ന് പറഞ്ഞത്? അവിടെ കഥ കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ പടച്ചറബ്ബേ, ഈ മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അല്ലാഹുവേ, അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതേ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. പക്ഷേ കീറിപ്പറിഞ്ഞു പോയ വസ്ത്രമായിട്ടുണ്ടത്. മാത്രമല്ല ചടപിടിച്ച മുടികളുമായി തൂങ്ങി നിൽക്കുകയാണ്. ദിവസങ്ങളോളമായല്ലോ പടച്ചറബ്ബേ ശരീരം ഇങ്ങനെ ചുട്ടിച്ചുളിഞ്ഞിരിക്കുകയാണ്, കറുത്തു പോയിരിക്കുകയാണ്. കാണുമ്പോ തന്നെ ഉമ്മാക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ റബ്ബേ അവിടുന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്. ആ ഉമ്മ മുടി ചടപിടിച്ച മുടിയങ്ങ് മാറ്റി നോക്കുമ്പോൾ പടച്ച തമ്പുരാനെ, ആ ഉമ്മാന്റെ മനസ്സങ്ങ് പിടയുകയാണ്. അത് തന്റെ പ്രിയപ്പെട്ട പൊന്നമോനായിരുന്നു. ആ മോൻ അവിടുന്ന് പറയുന്ന കാര്യം എന്തെന്നറിയോ? ഉമ്മ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ ഉമ്മ? ഇതിങ്ങനെ ചോദിക്കാന്നിട്ട് ഇങ്ങനെ അട്ടഹസിക്ക. ഉമ്മ, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എന്നിട്ട് പൊട്ടിച്ചിരിക്ക, എന്നിട്ട് ഇങ്ങനെ അട്ടഹസിക്ക. വീണ്ടും ചോദിക്ക, ഉമ്മ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? എന്നിട്ട് പൊട്ടിച്ചിരിക്ക, അട്ടഹസിക്ക. ഇങ്ങനെ ഒരു ഭ്രാന്തനായി മാറി. എന്റെ പ്രിയമുള്ളവരെ, ഈ ഉമ്മയുടെ പൊന്നുമോനെന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അനുഭവം എന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മ അന്നാ പറഞ്ഞ കാര്യത്തിന് ചോദിച്ച ചോദ്യമാണ്, ഉമ്മ നിങ്ങൾക്കെന്തേ ഭ്രാന്തുണ്ടോ? നിങ്ങൾക്കെന്തമ്മ ഭ്രാന്തുണ്ടോ? ഈ ഒരു ചോദ്യം സ്വാഭാവികമായി ചോദിച്ചെന്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മാന്റെ മനസ്സങ്ങ് വേദനിച്ചു പോയതാണ്. ഇതിനുള്ള കാരണമെന്ന് എൻ്റെ പ്രിയമുള്ളവരെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റഹ്മാനെ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, നന്മയുള്ളവരിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും പറയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ തമാശയ്ക്ക് പോലും നമ്മുടെ ഉമ്മയോട് എന്ത് ചെയ്യരുത്, വാപ്പയോട് എന്ത് ചെയ്യരുത്, നമ്മൾ അതിക്രമിച്ചിട്ടുള്ള സംസാരം നമ്മൾ ചെയ്യരുത്. മനസ്സിലായില്ലേ? നമ്മളെ സംസാരം നമ്മൾ അവരോടൊക്കെ നമ്മൾ ഇടപഴകുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇത്ര വലുതല്ല,
അല്ലേ? ഞാൻ പറഞ്ഞു ഇത്ര വലിയ ഓവറായിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരുടെ മനസ്സ് ഒന്ന് വേദനിച്ചാലും അതിൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം വരാൻ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ ഉപ്പ, ഇവര് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തന്ന വലിയ സ്വപ്നമാണ്, വലിയ സൗഭാഗ്യമാണ്, വലിയൊരു നിധിയാണ്. അത് നമ്മൾ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്ത അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കലതാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയമുള്ളവരെ, ഒരാൾ കടന്നു വന്നിട്ട് പറയാണ്, തങ്ങളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുന്നു, തങ്ങളെ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ, ഞാനൊരു പെണ്ണിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി, ഞാൻ അവിടുന്ന് വല്ലാതെ സ്നേഹിച്ചു പോയി, ഞാൻ ആദരിച്ചു പോയി. എനിക്ക് ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. ഞാൻ ആ പെണ്ണിനെ അവളുടെ വീട്ടിൽ പോയിട്ടോ അവിടുന്ന് വിവാഹം അന്വേഷിച്ചോ. പഠിച്ച റബ്ബേ, അവൾക്ക് എന്നെ ഇഷ്ടമായില്ല, അവളെന്നെ നിരാകരിച്ചു. ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചില്ല. മനസ്സിലായില്ലേ? ആ വീട്ടുകാർക്കും ഇഷ്ടമായില്ല, ആ പെണ്ണിനും ഇഷ്ടമായില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങള് കഴിഞ്ഞ ഉടനെ തന്നെ അതാ വേറൊരാൾ വന്നിട്ട് ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാനും വിവാഹം അന്വേഷിച്ചപ്പോൾ ആ പെണ്ണതിനെ സമ്മതിക്കുകയാണ്. ആ കല്യാണം അങ്ങനെ നടക്കുകയാണ്. പടച്ച റബ്ബേ, ഞാൻ ഏറ്റവും കൂടുതൽ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ട അല്ലാഹുവേ, പടച്ച റബ്ബേ, പെണ്ണായിരുന്നവള് പക്ഷേ മറ്റൊരാളുടെ കൂടെയാണ് അവള് പോയത്. മറ്റൊരാൾ വന്ന് വിളിച്ചപ്പോൾ അവള് സമ്മതിച്ചു. എന്നെ വിവാഹത്തിന് സമ്മതിക്കാതിരുന്നപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി, എനിക്ക് വല്ലാത്ത വേദനയായി തങ്ങളെ. അതുകൊണ്ട് എൻ്റെ ഹൃദയം വല്ലാതെ പെണ്ണിനോട് ദേഷ്യം കടത്തുപോയതായല്ലോ. വല്ലാത്ത ദേഷ്യം ഹൃദയത്തിൽ ആ പെണ്ണിനോട് വന്നു. കാരണം ഞാൻ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ, വിവാഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അവരെന്നെ നിരാകരിച്ചു, അവരെന്നെ ആട്ടി. ഇപ്പൊ കെട്ടിക്കുന്നില്ല എന്ന രൂപത്തിൽ എന്ത് ചെയ്തു, അവരവിടെ പറഞ്ഞേക്കാണ്. പക്ഷേ അതിന്റെ ഉടനെ തന്നെ വേറെ ഒരാൾ വന്നപ്പോൾ ആ പെണ്ണിനെന്തായി, കെട്ടിച്ചു കൊടുക്കാൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ദേഷ്യം കടന്നു വന്നു. ആ പെണ്ണിനെ ഞാനങ്ങ് കൊന്നു കളഞ്ഞു തങ്ങളെ. ആ പെണ്ണിനെ ദേഷ്യം കൊണ്ട് ഞാൻ കൊന്നു കളഞ്ഞു. ദേഷ്യമെന്ന് പറയുന്നത് ഇബ്ലീസിന്റെ സ്വഭാവമാണല്ലോ. ഒരു മനുഷ്യനെ എല്ലാവിധ വിപത്തുകളിലേക്കും എത്തിക്കാൻ അത് ദേഷ്യം കൊണ്ട് കഴിയുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ദേഷ്യം അടക്കി നിർത്തണമെന്ന് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ദേഷ്യപ്പെട്ടു പോകരുതെന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നീ നിൽക്കുന്നവനാണോ എങ്കിൽ ഇരിക്കണം. നിനക്ക് വുളൂ ഇല്ലെങ്കിൽ ഒന്ന് വുളൂ എടുക്കണം. നീ ഇരിക്കുന്നവനാണെങ്കിൽ ഒന്ന് കിടക്കണം. ദേഷ്യമെന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ വെച്ചിട്ട് പൊടിപ്പിച്ച് അതിൻ്റെ ഒരു ചൂട്, ഒരു കമ്പെടുത്തിട്ട്, ഒരു തീക്കട്ടയെടുത്തിട്ട് ഇബ്ലീസ് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഞരമ്പിൽ വെക്കുന്നതാണ്. അതിങ്ങനെ കത്തി കത്തി ശരീരത്തിൽ കത്തിയാളി കൊണ്ടിരിക്കും. വലിയ പ്രകോപനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരും, മനസ്സിൽ വരും. അങ്ങനെയാണ് ദേഷ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദേഷ്യം അത് പിശാചിന്റെ സ്വഭാവമാണല്ലോ. ആ ദേഷ്യം കാരണത്താൽ ഞാൻ ആ പെണ്ണിനെ കൊന്നു കളഞ്ഞല്ലോ. എനിക്ക് തൗബയുണ്ടോ, പുറത്തു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഈ ചെറുപ്പക്കാരനായ മനുഷ്യനോട് അവിടുന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കാണ്, മോനെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ ജീവിച്ചിരിപ്പുണ്ടടാ?
ഇത് കേട്ട് തന്റെ കൂടെയുള്ള സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നുണ്ട്, തന്റെ അണികള് ചോദിക്കാണ്, ഇബ്നു അബ്ബാസ് തങ്ങളെ, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഉമ്മയെ ചോദിക്കുന്നത്? അദ്ദേഹമല്ലേ തെറ്റ് ചെയ്തത്, പിന്നെ എന്തിനാണ് ഉമ്മയെ ചോദിക്കുന്നത്? ഇത് കേട്ട് മഹാനായ തങ്ങള് പറഞ്ഞത്, സ്വഹാബത്തെ, ഞാനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇരിക്കുമ്പോൾ തെറ്റുകാരായി കടന്നു വന്ന മനുഷ്യരോടെല്ലാം എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് സ്നേഹം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. നിങ്ങളുടെ ഉമ്മാനെ നിങ്ങൾ താലോലിച്ചു കൊള്ളുക, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ ഹിദ്മത്ത് ചെയ്തു കൊള്ളുക, നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾ നന്മകൾ ചെയ്തു കൊള്ളുക. എന്നാൽ അല്ലാഹു തആല നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യൽ, ഉമ്മാനെ സ്നേഹിക്കൽ അതിനൊരു കാരണമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരനോട് ഞാനത് ചോദിച്ചത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, നമുക്കും വേണ്ട ആഗ്രഹം അല്ലാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയണം. എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്. പടച്ചോനെ, എൻ്റെ സൃഷ്ടാവായ റബ്ബിലേക്ക് അല്ലാഹുവേ എനിക്ക് അടുക്കാൻ കഴിയണം. അല്ലാഹ്, എന്റെ മുമ്പിലിരിക്കുന്ന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ മുഹബ്ബീങ്ങളുടെ പ്രിയപ്പെട്ടവരെ, അല്ലാഹ്, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. റബ്ബിലേക്ക് അടുക്കണം, അല്ലാഹുവിലേക്ക് അടുക്കണം, പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗം കരഗതമാക്കണമെന്നാണ്. അതിനുള്ള ഏറ്റവും വലിയ പോംവഴിയാണ് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ ഉപയോഗപ്പെടുത്തുക, അവരോട് നല്ല നിലയിൽ വർത്തിക്കുക, അവരോട് സ്നേഹ സംഭാഷണം നടത്തുക, അവർക്ക് ഖിദ്മത്ത് ചെയ്യുക, അവർക്ക് വേണ്ട സ്നേഹങ്ങൾ കൊടുക്കുക. അതിലൂടെ നമുക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വിഷമിക്കണ്ട. നമ്മുടെ മക്കൾ നമ്മൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മയെയും ബാപ്പയെയും നമ്മൾ മാറ്റി നിർത്തിയാൽ, അല്ലാഹുവേ, വാപ്പാനെയും ഉമ്മാനെയും വേദനിപ്പിച്ചാൽ, അവരെ മാറ്റി നിർത്തിയാൽ, ഭാര്യയുടെ വാക്ക് കേട്ടിട്ടോ ഉമ്മാനെയും ബാപ്പാനെയും നമ്മൾ അകറ്റി നിർത്തിയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീരാ നഷ്ടമാണ് കേട്ടോ, തീരാ നഷ്ടമാണ് കേട്ടോ. നമുക്ക് വിജയിക്കാൻ കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പർവ്വതം കയറുമ്പോഴല്ലേ കാലങ്ങ് എഴുതിയത്. കാലങ്ങ് വഴുതി പോയപ്പോൾ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാണ്, മൂസ, നിങ്ങളുടെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് മൂസ, ഇനി നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പഠിപ്പിച്ചല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചത്? അതുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പഠിപ്പിച്ചത്? ഉമ്മാന്റെ പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമ്മളൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ നിദാനമെന്ന് പറയുന്നത് ഉമ്മയൊക്കെ നമുക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. പൊന്നുമോനെ, ഒരുപാട് മനസ്സറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കണ്ണുനീരോട് കൂടി നമസ്കാര പാഴയിൽ ഇരുന്നിട്ട് ആ ഉമ്മ ഇങ്ങനെ കരയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഉമ്മാനെക്കാളും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, പഠിച്ചവനെ, എൻ്റെ പൊന്നു മക്കളെ കാക്ക അല്ലാഹ് എന്നാണെന്ന് എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ചിന്തിക്കാമല്ലോ. നമ്മുടെ വാപ്പ ഇരുന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് കരയുന്നത് കണ്ടിട്ടുണ്ടോ മോനെ?
എന്തിനാ കരയുന്നറിയോ? പടച്ചുറപ്പേ, ഞാൻ വളർത്തി വലുതാക്കി എൻ്റെ മക്കളുണ്ട് റബ്ബേ, ഈ മക്കളെ പടച്ചോനെ നീ പരാജയപ്പെടുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണടാ നമ്മുടെ ബാപ്പയും ഉമ്മയും കണ്ണുനീരൊഴുക്കുന്നത്. ആ കണ്ണുനീര് പോലും കാണാൻ കഴിയാത്ത എത്രയോ കഠിന ഹൃദയത്തിന്റെ മക്കളുണ്ടെന്നറിയോ? ബാപ്പാന്റെ വേദനകൾ കാണാൻ കഴിയാത്ത, ഉമ്മാന്റെ വിഷമങ്ങൾ കാണാൻ കഴിയാത്ത, ഉമ്മാക്കും ബാപ്പാക്കും ഒരു രോഗം വന്നാൽ പടച്ചുറപ്പ് അതുപോലും മൈൻഡ് ചെയ്യാത്ത എത്രയോ മക്കളുണ്ടെന്നറിയോ? എത്രയോ ജനങ്ങളുണ്ടെന്നറിയോ? ഒന്ന് മനസ്സിലാക്കണം മോനെ, നീയൊക്കെ ഇന്ന് 4 കാലില് പടച്ചുറപ്പേ നീ നടക്കുന്നത്, നിനക്ക് നല്ല വാഹനം കിട്ടിയത്, നിനക്ക് നല്ല വീട് കിട്ടിയത്, നിനക്ക് നല്ല ഒരു ഭാര്യയെ കിട്ടിയത്, നിനക്ക് നല്ല സുഖത്തോടെ കഴിയുന്നത് ആ ഉമ്മാന്റെയും ബാപ്പാന്റെയും പ്രാർത്ഥനയാണ്. ആ ഉമ്മാക്കും ബാപ്പാക്കും പ്രായം ചെന്നത് കൊണ്ട് അവരെ നീ വൃദ്ധസദനത്തിന്റെ ഉള്ളറയിൽ കൊണ്ടുപോയി തള്ളാന് പാടില്ല. നിനക്ക് കുറച്ച് അധികാരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട്, അല്ല എങ്കിൽ നിന്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ നിന്റെ ഓഫീസ്, മറ്റുള്ളവർ, ഇവരൊക്കെ വരുന്നത് പടച്ചുറപ്പേ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ പയഞ്ചനായിട്ട് മൂലക്കിടക്കുന്ന ബാപ്പാനെയും ഉമ്മാനെയും നിനക്ക് നാണമുണ്ടോ? മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. നിനക്ക് നടക്കാൻ കഴിയാത്ത, നിനക്ക് ഇരിക്കാൻ കഴിയാത്ത, നിനക്ക് നിൽക്കാൻ കഴിയാത്തൊരു സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, നിന്റെ ബാപ്പയുണ്ടല്ലോ, അല്ലാഹുവേ നിനക്ക് ഏത് പ്രയാസങ്ങൾ വരുന്നതിലൂടെയും കൈ പിടിച്ചിട്ട് നിന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാണ്, ഉമ്മ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട അല്ലേ? എന്ത് സ്നേഹകാര്യ മക്കൾക്ക്. പോണ്ടെന്നാ പറയാം. അമ്മ ഒരു സ്ഥലത്തേക്ക് പോണെന്ന് പറയാണ്. ഉമ്മ പറയാണ്, മോനെ എനിക്ക് ഇന്നാലിന്റെ സ്ഥലത്തൊന്ന് പോണം. അപ്പൊ പറയണ, നിങ്ങൾക്ക് വയസ്സായില്ലേ, കാലും പ്രയാസല്ലേ, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. ഇങ്ങനെ പറയാണ് ചില മക്കള് അല്ലേ? നമ്മള് മനസ്സിലാക്കണം, നമ്മളെ പോണമെന്ന് പറഞ്ഞിടത്തേക്ക് നമ്മുടെ ഉമ്മതാണ്. നമ്മുടെ ഉമ്മ നമ്മളെ ഒക്കെ തടുത്ത് വെച്ചിട്ട് നമ്മളെ കൊണ്ടുപോയിട്ടില്ലേ? പാപ്പ നമ്മളെ 2 കൈ ഇങ്ങനെ പിടിച്ചിട്ട് തോളത്തിരുത്തിയിട്ട് നമ്മളെ കൊണ്ടുപോയിട്ടില്ലേ? നമ്മളെന്താ പറയണത്? നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ വെക്കൂല, അതുകൊണ്ട് നിങ്ങള് അങ്ങോട്ട് പോരണ്ട. മോനെ, നിനക്ക് എടുത്തിട്ടാണെങ്കിലും നിന്റെ ഉമ്മാനെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം. നിനക്ക് എത്രയോ തവണയാണ് മോനെ ആ ഉമ്മ ഇങ്ങനെ ഒരു കല്യാണത്തിന് ഇറങ്ങാണ്. ഉമ്മ നല്ല വസ്ത്രം ധരിച്ചു, നല്ല വസ്ത്രം ധരിച്ചിട്ട് ഉമ്മ ഇങ്ങനെ പടച്ചുറപ്പെ ഇറങ്ങുന്ന സമയത്താണ്, കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് ഉമ്മാന്റെ വസ്ത്രത്തിലൂടെ നമ്മളങ്ങ് ഛർദിച്ചു. ഉമ്മ എന്ത് ചെയ്യും? അയ്യോ മോനെ, ജിന്നെ പറ്റിച്ചല്ലടാ എന്ന് പറഞ്ഞതിങ്ങനെ തട്ടിത്തുടച്ചിട്ട് ഉമ്മ നേരെ ഉള്ളിലേക്ക് കടന്നു വരും. എന്നിട്ട് പുതിയ സാരി എടുക്കും. എന്നിട്ടിങ്ങനെ സന്തോഷത്തിന്റെ കുശലങ്ങളല്ലേ നമ്മോട് പറയാ. നമ്മളൊന്ന് മാറ്റിയിറങ്ങുമ്പോ ഉമ്മാന്റെ അടുത്ത് നിന്നൊരു ചായ ഗ്ലാസിൽ നിന്ന് ആ ചായ എങ്ങാനും നമ്മുടെ ശരീരത്തിലേക്ക് പോയാൽ പടച്ചുറപ്പേ, ആ ഉമ്മാനെ നമ്മൾ എന്തൊക്കെ ശകാരിക്കുകയാണ്. ആ ഉമ്മാക്ക് നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ്? ആ വാപ്പാനോട് നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ്? അതൊന്നും നമ്മുടെ ഉമ്മയും ബാപ്പയും നമ്മോട് പറഞ്ഞിട്ടില്ല. വീട്ടിലൊന്ന് പ്രായമുള്ളവരല്ലേ ഒന്ന് തുപ്പിയാൽ അല്ലെങ്കിൽ തുടച്ചോർത്തൊന്ന് ചവിട്ടിയാൽ പടച്ചുറപ്പേ, വാപ്പാനെയും ഉമ്മാനെയും ശകാരിക്കുന്ന മക്കളുടെയും മരുമക്കളുടെയും കാലവാ. പടച്ചുറപ്പേ, ഒരാൾക്കും ഭാരമാകുന്ന രീതിയിൽ ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനേ. അല്ലാഹു ബോധം തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ബാപ്പാന്റെയും ഉമ്മാന്റെയും മഹത്വമാണ് നമ്മൾ പറഞ്ഞത്.
അതുകൊണ്ട് ഒരാളും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെയും ബാപ്പാനെയും വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ.